ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് കേക്കുകൾ ഒന്നിച്ചുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. കൂടാതെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലുള്ള ബാറ്റർ തയ്യാറാക്കുമ്പോൾ പറ്റുന്ന അബദ്ധം കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കേണ്ടത് കേക്ക് ടിന്നാണ്. കേക്ക് ടിന്നിൽ ഇതുപോലെ ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിയിലും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് ഉയരമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ സൈഡിൽ ബട്ടർ പേപ്പർ ഇതുപോലെ ഉയർത്തി വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉയരമുള്ള കേക്ക് ടിന്നാണെങ്കിൽ സൈഡിൽ ഇതുപോലെ ബട്ടർ പേപ്പർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് കേക്കൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നല്ലത്. അതുപോലെ കേക്ക് ടിന്നിൻ്റെ അളവും പ്രധാനമാണ്. ഞാനിവിടെ 2 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നും ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്ര അളവിലുള്ള ബാറ്ററാണ് തയ്യാറാക്കുന്നത് അതിനനുസരിച്ചുള്ള കേക്ക് ടിൻ എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ 2 ടയർ 3 ടയറൊക്കെ കേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വലുപ്പത്തിലുള്ള മോൾഡും കൂടെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയൊക്കെ പൊടിച്ചിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുള്ളത് 1 കപ്പും പിന്നെ ഒരു 1/3 കപ്പും കൂടെയാണ് കേട്ടോ. നമ്മൾ 2.25 കപ്പ് ഫ്ലോർ വെച്ചിട്ടാണ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാര ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ എടുത്തിട്ട് പൊടിച്ച് വെക്കുക. പിന്നെ നമ്മൾ വലിയ കേക്കൊക്കെ ബാറ്ററൊക്കെ കൂടുതലായിട്ട് തയ്യാറാക്കുമ്പോൾ എപ്പോഴും പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക തന്നെയാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയം ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ബീറ്റിങ്ങിൻ്റെ ടൈം കൂടും. പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്ലഫി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് അരിച്ചെടുക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അളന്ന് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലതും കണക്കാക്കി അളന്ന് വെക്കുക തന്നെയാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ 1 കപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തന്നെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയും പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു അളവിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2.25 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ അളന്ന് വെക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ഈ ഒരു ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 കേക്ക് ഒരുമിച്ച് ചെയ്യുന്നത് കാരണം ഓവനില്ലാതെയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കേക്ക് ഓവനില്ലാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നൊന്ന് ബേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് ഇതിലേക്ക് പകരം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവനില്ലാതെ നമ്മൾ വലിയ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മാവിൽ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കേക്ക് പെട്ടെന്ന് തന്നെ ബേക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കൂടുതൽ പൊടി അരിച്ചെടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റിനോ റെഡ് വെൽവെറ്റിനോ ഒക്കെ ആണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 11 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു അളവിലേക്ക്. പിന്നെ മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടന്നെ ഉപയോഗിക്കരുത്. കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ നമ്മളിവിടെ 11 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് വേണം കേട്ടോ കൂടുതൽ ബാറ്റർ തയ്യാറാക്കുമ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ. പിന്നെ ഇതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. അത് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ കേക്കിൽ മുട്ടയുടെ സ്മെല്ലൊന്നും വരില്ല. പിന്നെ ഓയിലും പാലുമാണ് വേണ്ടത്. അത് നമുക്കിപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഇനി ആദ്യം നമുക്ക് മുട്ടയും വാനില എസൻസും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത് കുറച്ചൊരു വലിയ ബബിൾസ് വരുന്ന കേട്ടോ. ആ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് പഞ്ചസാര പൊടി കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ മുട്ടയും വാനില എസൻസും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ലൊന്നും കേക്കിൽ വരില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശായിട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതലുണ്ടാകുന്നത് കാരണം കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മുട്ടയും പഞ്ചസാരയും കൂടെ ഒക്കെ കുറച്ച് കൂടുതൽ സമയം തന്നെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാ ഈ ഒരു സ്റ്റേജിലായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയി വരണം. അപ്പോഴുള്ള നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് ഓയിലാവുന്നത് വരെ ഒന്നങ്ങ് കറക്കിയെടുത്താൽ മതി. പിന്നെ വാനില കേക്ക് ആണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഓയിലിൻ്റെ അതേ അളവിൽ തന്നെയാണ് പാലും എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആയത് കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് പാല് ചേർക്കുന്നില്ല. അപ്പോൾ പാല് ചേർക്കുന്ന സമയത്ത് ഞാൻ എന്താണെന്നുള്ളത് പറയാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെയായിട്ട് ഇതുപോലെ തന്നെ ഒന്നും കൂടെ അരിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്പാറ്റുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ഓവറായിട്ട് ബീറ്റായി പോകരുത്. ലോ സ്പീഡിലിട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് തന്നെ ഒന്ന് കറക്കിയെടുക്കാം. എന്നിട്ട് പിന്നെ ഒന്ന് ഓണാക്കിയിട്ട് ബീറ്റർ ഒന്ന് ഓണാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത പൊടി മിക്സായി വന്നതിന് ശേഷം പിന്നെ വേണം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഓരോ ബാച്ച് നമുക്കിതുപോലെ തന്നെ അരിച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പാല് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പൊടിയുടെ കൂടെ തന്നെ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് കുറച്ചും കൂടെ ഒരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചൂട് ഓവറായി പോകരുത് കേട്ടോ, ചെറിയൊരു ചൂട് മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പൊടിയും കുറേശ്ശെ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മുഴുവനായിട്ട് തന്നെ ഇനി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബീറ്റർ വെച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ താഴ്ന്നു പോകും, അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. പിന്നെ നമുക്ക് സ്പാറ്റിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വലിയ പാത്രമാകുമ്പോൾ ഈ ഒരു സ്പാറ്റിൽ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി നമുക്കിത് ഓരോ കേക്ക് ടിന്നിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 ടിന്നിൽ നമ്മൾ ഒരുപോലെ ഒരു 1/4 പാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാതും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഓവനിലും 2 ഓവൻ ഇല്ലാതെയാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിനുള്ള പാത്രങ്ങളൊക്കെ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ 1 ഇഡ്ഡലി പാത്രത്തിലും 1 കുക്കറിലും പിന്നെ 1 ഓവനിലുമാണ് കേട്ടോ. അപ്പോൾ ഓവൻ ഇവിടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലുള്ളത് ഓവനിലേക്ക് വെക്കാം. പിന്നെ ഇതാ ഒന്ന് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചൂട് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു റിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെയാണ് പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ 6 ഇഞ്ചിൻ്റെ കേക്ക് കുക്കറിലാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. കുക്കറിൽ ഒരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ 3 കേക്കും ബേക്കായി വന്നത് പിന്നെ രാത്രിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ റിമൂവ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ മാറ്റി പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഒരു കേക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തപ്പോൾ എന്താ പറ്റിയതെന്ന് വെച്ചാൽ കണ്ടോ, അടിയിലൊക്കെ ചെറിയൊരു ബ്ലാക്ക് കളറിലുള്ള ചോക്ലേറ്റിൻ്റെ കളറിലുള്ള ഓരോ ഡോട്ട് കണ്ടോ. അപ്പം നമ്മൾ ശരിക്കത് മിക്സ് ആവാത്തതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊരു ചെറിയൊരു തരി പോലെ ഉണ്ട് എന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കേക്കിന് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അടിയിലുള്ള പാട്ടിനി ഐസിങ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ഓരോന്നായിട്ട് ബാറ്റർ തയ്യാറാക്കി തന്നെയാണ് കേട്ടോ നല്ലത്. 7 ഇഞ്ചിൻ്റെ കേക്ക് ടീനിൽ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മുട്ടയും അതിനുള്ള പൊടിയും വെച്ചിട്ട് ബാറ്റർ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ അടിയിൽ ചെറിയ ഓരോ തരികളായി വന്നിട്ടുണ്ട്. അത് നമ്മൾ വലിയൊരു പാത്രത്തിൽ മിക്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, സ്പാറ്റിൽ എല്ലാ ഭാഗത്തും എത്തിയിട്ടില്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് മാവ് ഒഴിച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത് കുറച്ചും കൂടെ കൂടുതലായിട്ട് തന്നെ ഇതിൻ്റെ അടിയിൽ തരികളൊക്കെ ഉണ്ട്. ആദ്യം ഒഴിച്ചതിൽ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തത്. ഇത് നമ്മൾ ലാസ്റ്റ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ കേക്കിനൊക്കെ ഒന്നിച്ച് വലിയൊരു ക്വാണ്ടിറ്റിയിൽ ബാറ്ററൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മളത് ശരിക്കും മിക്സ് ആയിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ കേക്കിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ഓരോ തരിയായിട്ട് കിടക്കും. പിന്നെ നമ്മൾ 2 ടയർ 3 ടയറൊക്കെ കേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോ കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാൻ കേട്ടോ നല്ലത്, ഒന്നിച്ച് തയ്യാറാക്കുന്നതിനേക്കാളും.
അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്